ഗൈസ്, സൺഡേ ആയിട്ട് കുറച്ച് അമ്പലങ്ങളിൽ പോയിരുന്നു. അപ്പോൾ ഞാനും ചേട്ടനും ചേട്ടൻ്റെ ബ്രദറും വൈഫും ഉണ്ടായിരുന്നു. പിന്നെ വേറൊരു വണ്ടിയിൽ കുറച്ച് ഫാമിലീസൊക്കെ ഉണ്ടായിരുന്നു. കുട്ടികളൊക്കെ ആ വണ്ടിയിലായിരുന്നു. അങ്ങനെ ആദ്യം പോയത് കൊല്ലത്തുള്ള വലിയ കൂനമ്പായിക്കുളം ശ്രീ ഭദ്രകാളി ക്ഷേത്രത്തിലാണ്. അങ്ങനെ അവിടെ എത്തി. അവിടെ ഇതുപോലെ തന്നെ ഈ മണി കെട്ടുന്നതും തൊട്ടിൽ കെട്ടുന്നതും ആയിട്ടുള്ള നേർച്ചകളും കാര്യങ്ങളൊക്കെ ഈ അമ്പലത്തിലുണ്ടായിരുന്നു. അങ്ങനെ അവിടെ നിന്ന് തൊഴുതിറങ്ങി. പിന്നെ അവിടെ നിന്ന് നേരെ ചായ കുടിക്കാനായിട്ട് ചെന്നു. ഞാനൊരു ഇലയുടെ മാത്രം കഴിച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അവിടെ നിന്ന് ചെറിയ കൂനമ്പായിക്കുളം ഭദ്രകാളി ക്ഷേത്രത്തിലെത്തി കേട്ടോ. അതിനടുത്ത് തന്നെ ആയിട്ടാണ് ഈ ദേവീക്ഷേത്രം ഉള്ളത്. അങ്ങനെ അവിടെയും തൊഴുതിറങ്ങിയതിന് ശേഷം എന്താണ് അവിടെ ഈ പശുവിനെ കിടാവിനെയൊക്കെ സമർപ്പിക്കുന്നതായിട്ടൊക്കെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം അവിടെ കഞ്ഞി കൊടുക്കേണ്ടതെന്ന് അറിഞ്ഞിട്ട് നമ്മൾ കഞ്ഞി കുടിക്കാനായിട്ട് ചെന്നു. കഞ്ഞി നാരങ്ങയായിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത്. അങ്ങനെ അവിടെ നിന്ന് കഞ്ഞിയൊക്കെ കുടിച്ചു. എന്നിട്ട് നമ്മൾ അവിടെ നിന്ന് തിരിച്ചിട്ട് നേരെ പോയത് കാട്ടിൽ മേക്കതിൽ ദേവീക്ഷേത്രത്തിലോട്ടാണ്. അത് ജങ്കാറിലാണ് കേട്ടോ നമ്മൾ അക്കരയ്ക്ക് എത്തേണ്ടത്. അങ്ങനെ അവിടെ പോയി മണി കെട്ടുന്ന നേർച്ചയൊക്കെ കഴിഞ്ഞു. അതായത് നമുക്കിപ്പോൾ എന്തെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ അത് സാധിക്കാനായിട്ട് 7 പ്രാവശ്യം മണി കെട്ടി പൊങ്കാല ഇടുന്നതായിട്ടാണ്. നമ്മൾ അവിടെ നിന്ന് നേരെ തിരിച്ചു പോയത് ശമ്പ്രാണിക്കൊടിയിലോട്ടാണ്. അവിടെ എത്തി. നല്ല ക്ലൈമറ്റും കാര്യങ്ങളൊക്കെ ആയിരുന്നു. കുറച്ച് മഴ പെയ്തിട്ടുണ്ടായിരുന്നു. അതൊഴിച്ച് നല്ല ക്ലൈമറ്റ് ആയിരുന്നു. നല്ല രസമുണ്ടായിരുന്നു. നമ്മൾ അവിടെ നിന്ന് കുറച്ച് റീൽസും കാര്യങ്ങളൊക്കെ എടുത്തു. എന്നിട്ട് പിന്നെ തിരിച്ച് നമ്മൾ വീട്ടിലോട്ട് പോവുകയാണ്. അപ്പോൾ ഇന്നത്തേക്ക് അത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ.